നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്ത് പ്രതിരോധത്തിന്റെ ഒരു ദിനം കൂടി. പോളിയോ തുള്ളിമരുന്ന് കുഞ്ഞിന്റെ അവകാശമാണ് എന്ന സന്ദേശവുമായി പോളിയോ ദിനം ആചരിച്ചു. കാസർഗോഡ് നഗരസഭയിൽ അഴിമതി വ്യക്തമായ സാഹചര്യത്തിൽ ആരോപണ വിധേയർ രാജിവെക്കണമെന്ന് BJP കൌൺസിലർമാർ. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനാണ് CPM ശ്രമമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. CPM അക്രമത്തിനെതിരെ കാഞ്ഞങ്ങാട് നഗരത്തിൽ കൂട്ട സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. ജില്ലാതല ഉദ്ഘാടനം അജാനൂരിൽ നടന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട ഉത്സവത്തിന് തുടക്കം. കളിയാട്ടത്തിന്റെ വരവറിയിച്ച് ദീപം തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. പോളിയോ തുള്ളിമരുന്ന് കുഞ്ഞിന്റെ അവകാശമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു പോളിയോ ദിനം കൂടി. ആരോഗ്യ കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ച ബൂത്തുകളിലൂടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വൈകല്യമില്ലാത്ത നല്ല നാളെയുടെ പൗരന്മാരാക്കുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായാണ് വർഷം തോറും 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ജനുവരി 29, ഏപ്രിൽ 2 എന്നീ തീയതികളിലാണ് ഈ വർഷത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണം. ആരോഗ്യ കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയായിരുന്നു പോളിയോ മരുന്ന് വിതരണം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്തെ താലൂക്ക് ആശുപത്രിയിൽ നടന്നു. P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിച്ച കേരളത്തിന്റെ വികസന മാതൃക, അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും, അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം. കുടുംബശ്രീക്ക് തന്നെ അതിൽ മുൻകൈ എടുക്കാൻ കഴിയുന്ന സൗജന്യ ക്യാമ്പുകൾ, അതുപോലെ തന്നെ രക്തപരിശോധന, ഇതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി പോളിയോ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശരിയാണ്, 95 ആരംഭിച്ചതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. ജമാൽ അഹമ്മദ് പോളിയോ ദിന സന്ദേശം നൽകി. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, നഗരസഭാ കൌൺസിലർമാർ AV സുരേന്ദ്രൻ, V. മനോഹരൻ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിരീക്ഷകന്മാരായ S. സുനിൽകുമാർ, K. വിജയൻ, ഡോക്ടർ V. സുരേശൻ, ജില്ലാ മലേറിയ ഓഫീസർ C. സുരേശൻ, നീലേശ്വരം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് P. ഷാജിത്ത്, സുധാകരൻ മുണ്ടയിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മുരളീധര നല്ലൂരായ സ്വാഗതവും ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച പോളിയോ എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്ക് 30, 31 തീയതികളിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി പോളിയോ മരുന്ന് നൽകും. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ അഴിമതിക്കെതിരെ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. ക്വിറ്റ് കറപ്ഷൻ എന്ന മുദ്രാവാക്യവുമായി ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ അഴിമതിക്കെതിരെ ക്വിറ്റ് കറപ്ഷൻ എന്ന മുദ്രാവാക്യവുമായി ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പെട്രോൾ ബങ്കിന് സമീപത്ത് നടന്ന ജനപക്ഷ സദസ്സ് സാംസ്കാരിക പ്രവർത്തകൻ നാരായണൻ പേരിയ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ പരമമായ ആധിപത്യം, അവരുടെ സാമന്ത പദവിയിൽ നാട്ടുരാജാക്കന്മാർ തിരുവിതാംകൂറും അങ്ങനെ വരുന്നു. ആ കാലത്ത് ഈ സാമന്ത രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ വലിയ പദവിയോടുകൂടി ഇന്ന് ഗവർണറുടെ പോലെ ബ്രിട്ടീഷുകാരുടെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രസിഡന്റ് എന്നാണ് പേര്, പ്രസിഡന്റ് സായിപ്പ്,
സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ പ്രസിഡന്റ് സാഹിബ് മേജർ കല്ലൻ, ഈ കല്ലന് സ്വാതി തിരുനാളിനെ പറ്റി ഒട്ടും മതിപ്പുണ്ടായിരുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തെ ഇത്രയും ആളുകൾ ആദരിക്കുന്നത്. എന്താ കുഴപ്പമെന്നറിയാവോ? മേജർ കല്ലന് ചെവി കേൾക്കില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം എം നാരായണൻ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞമ്പു മാവുളപ്പിൽ അധ്യക്ഷനായി. അഴിമതി രഹിത സമൂഹവും ജനപക്ഷ സിവിൽ സർവീസും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദവും സംഘടിപ്പിച്ചു. രവീന്ദ്രൻ മാണിയാട്ട് വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് കെ വി സുരേഷ് ബാബു, ഡോക്ടർ വിപിൻ ചന്ദ്രൻ, നരേഷ് കുമാർ, ഭുവനേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നഗരസഭാ അഴിമതിയിൽ ചെയർപേഴ്സൺ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അഴിമതി ആരോപണ വിധേയരായവർ രാജിവെക്കണമെന്ന് BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച ലിസ്റ്റിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നതെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചു. യോഗ്യതയില്ലാത്തവരെ പട്ടികയിൽ ചേർക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവർ കൂട്ടുനിന്നെന്നും ഇവരെ ഭയപ്പെട്ടാണ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതെന്ന് BJP കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈമുനിസ, അതുപോലെ സിയാന എന്നുള്ള കൗൺസിലർ ചെയർപേഴ്സന്റെ അനുമതിയോടുകൂടിയാണ് ഈ ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചത്. അത് ഉദ്യോഗസ്ഥരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഭയന്ന്, ചെയർപേഴ്സണെ ഭയന്ന് അവരിന്നും പറയുന്നത് ചെയർപേഴ്സൺ വിളിച്ചാൽ ഞങ്ങൾ പോകേണ്ടേ, ചെയർപേഴ്സൺ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യമാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ചെയർപേഴ്സണെ ഭയപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ കൃത്രിമം കാണിക്കാൻ തയ്യാറായത്. ഞങ്ങൾ ആരോപിക്കുന്നത് ചെയർപേഴ്സണും ഈ അഴിമതിയിൽ പങ്കാളിത്തമുണ്ട്. 25,000 രൂപയുടെ DD, ബി ഫാത്തിമയുടെ പേരിലുള്ള DD, ഈ ബി ഫാത്തിമ ഇബ്രാഹിം വെച്ചത് എന്തിനാണ് എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. കൃത്യമായ തെളിവുകളോടെയാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അഴിമതിയുടെ പട്ടികയിൽ നൈമുനിസയോടൊപ്പം തന്നെ ചെയർപേഴ്സണായിട്ടുള്ള ബി ഫാത്തിമ ഇബ്രാഹിമിനും പങ്കുണ്ട് എന്നുള്ളത് തെളിവുകൾ വരികയാണ്. ഓരോ ദിവസവും വിജിലൻസ് അന്വേഷണത്തിൽ സത്യങ്ങൾ പുറത്തുവരികയാണെന്നും ആരോപണ വിധേയർ രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരം നടത്തുമെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് P. രമേശ്, കൗൺസിലർമാരായ സതീഷ് അണങ്കൂർ, രവീന്ദ്ര പൂജാരി, ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ കേരളത്തിൽ CPM കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ പറഞ്ഞു. അക്രമത്തിനെതിരെ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന കൂട്ട സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമത്തിന്റെ മുമ്പിൽ മാർക്സിസ്റ്റ് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. അക്രമം ഈക്വൽ ടു മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പിണറായി ഭരണം 9 മാസം പിന്നിടുന്ന സമയത്ത് 60 കൊലപാതക കേസുകളിലും ഏതാണ്ട് 1000-ലധികം അക്രമക്കേസുകളിലും കേരളത്തിൽ FIR ചേർത്തിട്ടുള്ളത് CPM-ന്റെ അണികൾക്ക് എതിരായിട്ടാണ്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പരിസ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തുടങ്ങിയ അക്രമം ഇപ്പോഴും നിർബാധം തുടരുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ പറഞ്ഞു. കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിൽ നടക്കുന്ന അക്രമങ്ങളെ RSS CPM സംഘർഷമായി ചിത്രീകരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക്, സംസ്ഥാന സെൽ കോർഡിനേറ്റർ K. രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി A. വേലായുധൻ, RSS ജില്ലാ കാര്യവാഹ് K. ശ്രീജിത്ത്, സഹകാര്യവാഹുമാരായ VK സതീശൻ, P. കൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C. ബാബു, രാജൻ മുളിയാർ, BMS മേഖലാ പ്രസിഡന്റ് AV ഗിരീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ നടന്നു. പി സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു കോട്ടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു കോട്ടത്തുരുത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനം എന്ന നിലയിൽ കാസർഗോഡിനും കൂടി അവകാശപ്പെട്ട ഒരു ചരിത്രമാണ് ഇത്. ഇന്നിവിടെ നമ്മുടെ വാർഷിക കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മുടെ ഒരു വർഷത്തെ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള പോരായ്മകളും അതിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ചർച്ചയും അതിന്റെ നിർദ്ദേശങ്ങളും നടത്തുന്ന ഒരു കൺവെൻഷനാണ്. നമ്മുടെ മേഖലാ തലങ്ങളിൽ പല മേഖലകളും ഇപ്പൊ കേരളത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന പല മേഖലകളും അതിന്റെ കൺവെൻഷനൊക്കെ നടക്കാറുണ്ടെങ്കിലും
വളരെ ആഴത്തിൽ ഒരു ചർച്ച പലപ്പോഴും ഉണ്ടാകാറില്ല എന്നൊരു വളരെ സത്യമാണ്. മേഖലാ പ്രസിഡന്റ് ഹരിപ്രസാദ് മാവുങ്കൽ അധ്യക്ഷനായി. ജോസ് തയ്യിൽ മുഖ്യാതിഥിയായി. പ്രസൂൽ വടക്കുംപാട്, റോയി ജോസഫ്, വിനോദ് കീച്ചേരി, ടി കെ ദിനേശൻ, മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി സുരേന്ദ്രൻ രാവണീശ്വരൻ സ്വാഗതം പറഞ്ഞു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. ജില്ലാതല ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലാതല ഉദ്ഘാടനം അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. അജാനൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ സന്ദേശം സമൂഹം ഏറ്റെടുത്ത് നടപ്പിലാക്കുക. നമ്മുടെ രാജ്യത്ത് പലവിധ തെറ്റിദ്ധാരണകളാൽ ഇപ്പോഴും കുഷ്ഠരോഗികൾ ചികിത്സയ്ക്ക് എത്താൻ വരാത്ത കുറവ് നിലനിൽക്കുക. അതിനാൽ കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവ പൊതുജനങ്ങൾക്ക് അറിയുന്ന അതിലേക്കായി ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ അനിവാര്യമാണ്. ആ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ജനങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ, ക്ലാസുകൾ സമൂഹത്തിൽ നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ കണ്ട വിദ്യാർത്ഥി സമൂഹം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ പള്ളിക്കോത്ത് അധ്യക്ഷനായി. ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ മുരളീധരൻ നെല്ലൂരായ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാഘവൻ, ഡോക്ടർ യമുന സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സ്വാമി സദ്ഗുരു നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് ക്ലാസ് നടന്നത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ മുന്നോടിയാണ് KTU എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു ബോധവൽക്കരണ പരിപാടി നടന്നത്. പ്രൊഫസർ ആർ ബിജുകുമാർ ക്ലാസ് എടുത്തു. കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാനായിട്ട് വേണ്ടുന്ന എക്വിപ്മെന്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സ് ഉണ്ട്. ആ ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മോൾഡുകളുണ്ട്. ആ മോൾഡുകൾ ഡിസൈൻ ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അതിനകത്തുള്ള സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണ്. അതിന് വേണ്ടുന്ന പവർ സപ്ലൈ കാര്യങ്ങളും അത് മോണിറ്റർ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അൾട്ടിമേറ്റ്ലി ഇതിന്റെ ജീവൻ എന്ന് പറയുന്ന സോൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ്. ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായി. ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് സുകുമാരൻ, KV ഗണേശൻ, വൈസ് പ്രിൻസിപ്പൽ S ശ്രീരാഗ്, P ദാമോദര പണിക്കർ, KK രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. സായി പ്രസാദം ഭവന പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് പൂരത്തിന് ഇരിയയിൽ സമാപനം. 15 ദിവസം നീണ്ടുന്ന സാംസ്കാരിക പരിപാടികളാണ് നടന്നത്. ഇരിയ കാട്ടുമാടം സായി ഗ്രാമത്തിലെ സായി പ്രസാദം പദ്ധതിയുടെ ഭാഗമായുള്ള കാസർഗോഡ് പൂരം സാംസ്കാരിക പരിപാടിക്ക് സമാപനമായി. സമാപന ചടങ്ങ് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. പറയാറുമില്ല. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കണം. അതിന്റെ ഭാഗമായിട്ട് എംപ്ലോസഭ കളിച്ചു. കളിക്കുന്ന സമയം സന്തോഷമുണ്ടായി, കൂടുതൽ കശുവണ്ടി കിട്ടി. പക്ഷെ അതിന്റെ അനന്തരഫലം 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് കണ്ടു കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. സായി ഗ്രാമം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. KN ആനന്ദകുമാർ, DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ, ADM K അംബുജാക്ഷൻ, സതീശൻ വെള്ളച്ചാൽ, ബാബുരാജ്, IK കൃഷ്ണദാസ് തന്ത്രി, ദാമോദരൻ ആർക്കിടെക്ട്, ജോർജ് പൈനാപ്പള്ളി, അബ്രഹാം തോണക്കര, ഗംഗാധരൻ ഓട്ടപ്പടവ്, ട്രസ്റ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് K മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാർക്ക് പ്രത്യേക ചികിത്സാ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം. KSSPU കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പെൻഷൻ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. സയൻസ് പാർക്കിൽ പോയത് നമുക്ക് അറിഞ്ഞ പോലെ മന്ത്രിമാർ വന്നത്
കാഞ്ഞങ്ങാട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ IAS-കാരാണ്, IPS-കാരാണ്, IFS-കാരാണ്. അതിനുള്ള കോച്ചിങ് സെന്ററും ഇതുവരെ നമ്മുടെ ജില്ലയിലില്ല. ഇപ്പൊ യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തിരുവനന്തപുരത്തും എറണാകുളത്തും എല്ലാമുള്ള അവിടുന്ന് ക്ലാസ് എടുത്താൽ ഇവിടുന്ന് വീഡിയോ കോൺഫറൻസിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങളും ഒരുക്കുകയാണ്. നാളെ കാസർഗോഡ് ജില്ലയിൽ നിന്നും IAS പാസ്സായ കലക്ടർമാരാണ്, കാസർഗോഡ് ജില്ലക്കാരൻ കലക്ടർമാരാണ്, ഇവിടുന്ന് തന്നെ പോലീസ് ഓഫീസർമാരുണ്ടാണ്. അതിനാണ് സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻ കുട്ടമത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി. നാരായണി ടീച്ചർ, ദിവാകരൻ, വി നാരായണൻ, ശാന്തകുമാരി, M ശാരദ, K കരുണാകരൻ, വി ഭരതൻ, TV അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. മോനാച്ച പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നടന്നു. മോനാച്ച പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം DCC പ്രസിഡന്റ് ഹക്കിം കുന്നൽ നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ മറ്റ് അടിസ്ഥാനപരമായ പ്രയാസങ്ങൾ അതിന് ഘടകമായിരുന്നു. എല്ലാവരുടെയും സുഖം തങ്ങളുടെ സുഖമാണ് എന്ന് പോയിക്കൊണ്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലുള്ള ചെറിയ കൂടിച്ചേരുകൾ, ക്ലബ്ബുകളുടെ പ്രവർത്തനം സജീവമാവുക, നാട്ടിലെ സാംസ്കാരിക പരിപാടികൾക്ക് വേണ്ടി ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഒഴിവായപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റു പല സംഘടനകൾക്കും വേരോട്ടം നടത്തുവാൻ വേണ്ടി സാധിച്ചു. ഒരുപക്ഷെ വർഗീയ സംഘടനകൾ വർഗീയതയുടെ പേരിൽ, ജാതിയുടെ പേരിൽ സംഘടിക്കുക എന്ന ഒരു തലത്തിലേക്ക് പോലും എത്തിച്ചേർന്നത് നമുക്കെല്ലാവർക്കും ഒത്തുചേരുന്ന ഒരു വേദി നമ്മുടെ നാട്ടിൽ നിന്നും ദൂരം പോയ സന്ദർഭത്തിലാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനം നമുക്ക് ഏറെ പ്രയോജനം നൽകി. ഡോക്ടർ വി ഗംഗാധരൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, NK രത്നാകരൻ, ഗിരീഷ് കുന്നത്ത്, അനിൽ വാഴുന്നൊരടി, പ്രവീൺ തോയമൽ, കമലാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ജലീൽ കാർത്തിക സ്വാഗതവും N രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തര മലബാർ തെരുവ് നാടകോത്സവം സംഘടിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MV വിജയനെ ആദരിച്ചു. വേലാശ്വരത്തിന് നാടകാസ്വാദനത്തിന്റെ ഒരു രാവ് സമ്മാനിച്ചുകൊണ്ട് DYFI അജാനൂർ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തര മലബാർ തെരുവ് നാടക മത്സരം സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡലിന് അർഹനായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MV വിജയനെ ആദരിച്ചു. M രാജഗോപാൽ MLA തെരുവ് നാടക മത്സരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാനും നമ്മുടെ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കാനും ഏറ്റവും നല്ല ഒരു സങ്കേതമാണ് തെരുവുനാടകം. തെരുവുനാടക സങ്കേതങ്ങളെ ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും ലോകത്തിൽ നിന്ന് പ്രയോജനപ്പെടുത്തുന്നു. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം തെരുവുനാടക പരിശീലനത്തിന് പ്രത്യേക സംവിധാനമുണ്ടാക്കി ചെറുപ്പക്കാരുടെ തെരുവുനാടക സംഘങ്ങൾ രൂപീകരിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. നവലിബറൽ ചിന്താഗതികളും സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, അതിന്റെ എളുപ്പവഴി സ്വീകരിക്കാൻ സാംസ്കാരിക രംഗത്തെ മുതലാളിത്തത്തിന് അനുകൂലമായി പ്രയോജനപ്പെടുത്താനുള്ള പ്രചരണ സങ്കേതങ്ങളായി തെരുവുനാടകത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നു. സിനിമ സീരിയൽ താരം ശ്രീധരൻ ഭട്ടതിരി മുഖ്യാതിഥിയായി. C ഓമന, K അഖിൽ, P കൃഷ്ണൻ, VP പ്രശാന്ത്, ഷനിൽകുമാർ, KV കുമാരൻ, MV രവീന്ദ്രൻ മാസ്റ്റർ, TP ജ്യോതിഷ്, P സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CPI കാസർഗോഡ് ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മതേതരത്വ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPI ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജനകീയ കൂട്ടായ്മ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളോട് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനോട് പറഞ്ഞു, വായ്പാടുവേണ്ട മറുപടി പറയൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാഴ്ചക്കാലം രാജ്യവ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ ദിനമെന്നുള്ള നിലയിൽ ദേശവ്യാപകമായി പരിപാടി സംഘടിപ്പിച്ചു. ഇന്ന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ രാജ്യത്തെ മതേതരത്വ സംരക്ഷണ ദിനമായി കൊണ്ടാടുകയാണ്. CPI സംസ്ഥാന കൌൺസിൽ അംഗം T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ KV കൃഷ്ണൻ, CP ബാബു, ബംഗളം കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മയ്ക്ക് XMLA M കുമാരൻ, P വിജയകുമാർ, M കൃഷ്ണൻ, അഡ്വക്കേറ്റ് V സുരേഷ് ബാബു, A ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പള്ളം റെയിൽവേ മേൽപ്പാത പണിയുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നതിന് പകരം മേൽപ്പാത നിർമ്മിക്കുന്നതിനെതിരെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. റെയിൽവേ മേൽപ്പാത നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ 20 കോടിയും കേന്ദ്രം 20 കോടിയുമാണ് നൽകേണ്ടത്. റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് 6 കോടി രൂപ മതിയാകുമെന്നിരിക്കെ മേൽപ്പാത സമീപവാസികൾക്ക് ദ്രോഹം ചെയ്യുമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. 40 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന മേൽപ്പാത പണി തുടങ്ങിയാൽ പ്രദേശവാസികളുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുക മാത്രമല്ല വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും യോഗം വിലയിരുത്തി. കൂട്ടായ്മയിൽ പി കരുണാകരൻ എം പി മുഖ്യാതിഥിയായിരുന്നു. നമുക്ക് റെയിൽവേ DRM-ആയിട്ടും അതുപോലെ തന്നെ അവർ എഞ്ചിനീയറിംഗ് വിങ്ങുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഈ പുനഃപരിശോധിക്കണം, എന്നിട്ട് അണ്ടർപിറ്റാക്കണം എന്ന നിലയിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താം. അങ്ങനെ വരുമ്പോൾ അവരിവിടെ വന്നിട്ട് ഒന്നുകൂടെ ഈ പരിശോധനയും കാര്യങ്ങളും നടത്തട്ടെ. അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ പിന്നെ ഇത് ബഡ്ജറ്റിൽ നേരത്തെ തന്നെ വന്നതുകൊണ്ട് വേറൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ധരിച്ചില്ല. ഞാൻ ധരിച്ചത് ഈ 40 കോടി രൂപ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. MLA എടുത്ത് എത്രയാണ് മേടിക്കാൻ വേണ്ടി കഴിയുക, നിനക്ക് എത്രയാണ് കൊടുക്കാൻ കഴിയുക എന്ന നിലയിലൊക്കെ ആയിരുന്നു ഞാൻ ആലോചിച്ചത്. എന്നെ നെല്ലിക്കുന്ന MLA അധ്യക്ഷത വഹിച്ചു. ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ഒരു ഫ്ലൈ ഓവറിന് യോജിച്ചതല്ല. ഈ ഫ്ലൈ ഓവർ ഇവിടെ നിർമ്മിക്കണമെങ്കിൽ നാം എല്ലാവരും പറയാതെ ഈ നാലമ്പൂടി ബജാറിന് തന്നെ അത് തുടങ്ങണം. അപ്പോൾ അത് ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ നമ്മുടെ പ്രിയപ്പെട്ട MP പ്രശ്നമൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഇനി ബദൽ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി ഇടപെടുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നെല്ലിക്കുന്ന് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാജി പൂന അബ്ദുറഹ്മാൻ, ഹനീഫ് നെല്ലിക്കുന്ന്, കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികർ മുത്തോതി അയ്യത്താർ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ ക്ഷേത്ര ശ്രീകോവിലുകളുടെ പുനർനിർമ്മാണം തുടങ്ങി. കട്ടിളവയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിലെ ശ്രീകോവിലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കട്ടിളവക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുവരികയാണ്. ഒറ്റക്കരിങ്കൽ പാളി തീർക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പുലിദേവസ്ഥാനങ്ങളിൽ പ്രമുഖമായ കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട ഉത്സവം തുടങ്ങി. കളിയാട്ടത്തിനു മുന്നോടിയായി ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ടത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കളിയാട്ടത്തിന് മുന്നോടിയായി ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. മറ്റന്നാൾ പുലർച്ചെ 2 മണിക്ക് വെളിച്ചപ്പാടുന്നെയും 3 മണിക്ക് പുലിച്ചോന്തി രാവിലെ 9 മണിക്ക് വാരിക്കാട്ടിലത്ത് നിന്നും ദീപവും തിരിയും എത്തിക്കുന്ന ചടങ്ങിൽ ആചാരക്കാരും ഭക്തജനങ്ങളും പങ്കാളികളായി. ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടം അരങ്ങിലെത്തും. ഫെബ്രുവരി 1 പുലർച്ചെ വെളിച്ചപ്പാടൻ തെയ്യം, തുടർന്ന് പാലിച്ചോൻ തെയ്യവും അരങ്ങിലെത്തും. രാവിലെ കരിന്തിരിക്കണ്ണൻ, പുല്ലൂരാളി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തും. രാത്രി 7 മണിക്ക് വെളിച്ചപ്പാടൻ, കാളപ്പുലിയൻ, പുലിക്കണ്ണൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും അരങ്ങിലെത്തും. 2 പുലർച്ചെ 5 മണിക്ക് ആയിരത്തിരി ഉത്സവം നടക്കും. സമാപന ദിവസമായ 3 രാവിലെ 11 പുല്ലൂരാളി, 12 മണിക്ക് പുല്ലൂർണം തെയ്യവും അരങ്ങിലെത്തും. 3 മണിക്ക് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തും. തുടർന്ന് ഇരു തെയ്യങ്ങളും മുഖാമുഖം കാണുന്ന ചടങ്ങും നടക്കും. എഴുന്നള്ളത്തിന് ശേഷം സമാപനം കുറിച്ചുകൊണ്ടുള്ള തേങ്ങയേറും നടക്കും. എഴുന്നള്ളത്തിന് ശേഷം കളിയാട്ടത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള തേങ്ങയേറും നടക്കും. കളിയാട്ടത്തിന് മുന്നോടിയായി ദീപവും തിരിയും കൊണ്ടുവരുന്ന ചടങ്ങ് കാണാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. അരയി കാർത്തിക മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. അരയി കാർത്തിക മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഭക്തർക്ക് ദർശന സായുജ്യമേകി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യരംഗത്ത് പ്രതിരോധത്തിന്റെ ഒരു ദിനം കൂടി. പോളിയോ തുള്ളിമരുന്ന് കുഞ്ഞിന്റെ അവകാശമാണ് എന്ന സന്ദേശവുമായി പോളിയോ ദിനം ആചരിച്ചു.
കാസർഗോഡ് നഗരസഭയിൽ അഴിമതി വ്യക്തമായ സാഹചര്യത്തിൽ ആരോപണ വിധേയർ രാജിവെക്കണമെന്ന് BJP കൗൺസിലർമാർ. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനാണ് CPM ശ്രമമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. CPM അക്രമത്തിനെതിരെ കാഞ്ഞങ്ങാട് നഗരത്തിൽ കൂട്ട സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജില്ലാതല ഉദ്ഘാടനം അജാനൂരിൽ നടന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട ഉത്സവത്തിന് തുടക്കം. കളിയാട്ടത്തിന്റെ വരവറിയിച്ച് ദീപം തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.